പാലാ സീറ്റ് വീണ്ടും മത്സരിക്കാൻ വേണ്ടി ചോദിക്കാൻ നാണവും മാനവും ഇല്ലേ ജോസ് കെ മാണിക്ക് എന്നാണ് കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ളവർ പോലും ചോദിക്കുന്നത്. അതങ്ങ് മറന്നേക്കൂ. പാലാക്കാർക്ക് നിങ്ങളെ വേണ്ട. നിങ്ങൾ പിന്നെ എന്തിനാണ് അള്ളി പിടിക്കുന്നത്? നിങ്ങൾ UDFിലല്ല, LDFിലല്ല, ഏതിൽ പോയാലും നിങ്ങൾ അവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം പൊതുജനം നിങ്ങൾക്കെതിരെയാണ് എന്നുള്ളത് മനസ്സിലാക്കൂ ജോസ് കെ മാണി എന്നാണ് റോഷി അഗസ്റ്റിൻ കൃത്യമായി ജോസ് കെ മാണിയോട് അറിയിച്ചിരിക്കുന്നത്. എന്നിട്ടും ആർത്തി പൂണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ തിരികെ ഒരു റീ എൻട്രിക്ക് വേണ്ടി ജോസ് കെ മാണി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലായിൽ തിരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയുമായി നിൽക്കുകയാണ്. അതേസമയം മാണി സി കാപ്പൻ ഉള്ളിടത്തോളം കാലം ഇനി അദ്ദേഹമായിരിക്കും MLA എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പാലായിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി മാണി സി കാപ്പൻ KM മാണിയോട് തോറ്റുകൊണ്ടിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. NCPയിൽ നിന്നുകൊണ്ടാണ് അക്കാലമൊക്കെയും മത്സരിച്ചതെങ്കിൽ പോലും ഓരോ തവണയും ഭൂരിപക്ഷം 7000 8000 വീതം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ KM മാണി പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു. എന്നാൽ KM മാണിയുടെ വിയോഗത്തിന് ശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിലൂടെ തന്നെ മാണി സി കാപ്പൻ എത്രത്തോളം ജനകീയനാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന സാഹചര്യമാണ് ഒരുക്കിയത്. ജോസ് കെ മാണിയെ നിലം തൊടിയിക്കാതെ കണ്ടം വഴി ഓടിച്ചതും ഇതേ മാണി സി കാപ്പൻ തന്നെ. ഇപ്പോൾ നിലവിൽ ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. മുൻപ് ഇതുപോലെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് UDFിൽ നിന്നും പുറത്തു പോകണം എന്ന തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് ചരൽക്കുന്നിലെ ആ യോഗത്തിൽ വെച്ച് KM മാണി അധ്യക്ഷനായ സ്റ്റിയറിംഗ് കമ്മിറ്റി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. എന്നാൽ ഇതേ കേരള കോൺഗ്രസ് എം ഇപ്പോൾ പറയുന്നത് ഇനി മുന്നണി വിട്ടാൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. LDFുമായി സഹകരണം തുടർന്നാൽ കൃത്യമായും പരാജയം തന്നെയായിരിക്കും അനന്തരഫലമെന്ന് വ്യക്തമാകുന്നതായും ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തോമസ് ചാഴിക്കാടൻ കോൺഗ്രസിലേക്ക് എന്ന സൂചന നൽകിയിരിക്കുകയാണ്. അതായത് തോമസ് ചാഴിക്കാടന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെ നിന്നാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള നേട്ടവും കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ജോബ് മൈക്കിൾ ഉൾപ്പെടെയുള്ളവർ കേരള കോൺഗ്രസ് എം വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോസ് കെ മാണിക്ക് കോൺഗ്രസുമായി സഹകരിക്കണമെന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു, കുടിച്ച വെള്ളത്തിൽ പോലും ഇയാളെ പോലുള്ളവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും കോൺഗ്രസുമായി സഹകരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല. ജോസ് കെ മാണിയുടെ കള്ളത്തരം ഒക്കെ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ നേതാക്കന്മാരുടെ ആത്മവീര്യം കെടുത്തുന്ന നിരവധി സംഭവ വികാസങ്ങളാണ് നിങ്ങൾ പാലയിലും കോട്ടയത്തുമായി സംഘടിപ്പിച്ചത്. അന്നൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർ അരിശം കടിച്ചു പിടിച്ചാണ് ജീവിച്ചത്. പക്ഷേ ഇനി അതിനൊക്കെ ഒരു അറുതിയുണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെക്കുറിച്ചും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചുമൊക്കെ എത്രത്തോളം മോശമായാണ് അന്നൊക്കെ കേരള കോൺഗ്രസ് എം സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ടും മുന്നണി മര്യാദയുടെ പേരിൽ ഞങ്ങളാരും തിരികെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നുറപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി മാണി സി കാപ്പൻ വീണ്ടും പാലായിൽ നിന്ന് തന്നെ വിജയിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.